നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. വർദ്ധിച്ചു വരുന്ന വാഹനമോഷണങ്ങൾ തടയാൻ ദേശീയ തലത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഫെഡറൽ ഗവൺമെന്റ്. വാഹനമോഷണത്തിനെതിരെ പോരാടുന്നതിനുള്ള രാജ്യവ്യാപക പദ്ധതി തിങ്കളാഴ്ച ഫെഡറൽ സർക്കാർ പ്രഖ്യാപിച്ചു. ദേശീയ തന്ത്രത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന നടപടികളിൽ പോലീസ് സേനയ്ക്കൊപ്പം കൂടുതൽ രഹസ്യാന്വേഷണ വിഭാഗവും ഗവൺമെന്റിന്റെ എല്ലാ തലങ്ങളും ഉൾപ്പെടുന്ന ഒരു വർക്കിംഗ് ഗ്രൂപ്പും ഉൾപ്പെടുന്നുവെന്ന് ഫെഡറൽ ഗവൺമെന്റ് അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന വാഹനമോഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘടിത ക്രൈം ഗ്രൂപ്പുകളെ ഇല്ലാതാക്കുക, പ്രോസിക്യൂട്ട് ചെയ്യുക, മോഷണത്തെ ചെറുക്കുന്നതിനുള്ള ദേശീയ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുക എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ബ്രാംപ്ടണിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ക്രിസ്റ്റ്യ ഫ്രീലാൻഡ് പറഞ്ഞു. ഇറാൻ ജനതയുടെ പ്രാർത്ഥനകൾ വിഫലം. ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രിയും ഉൾപ്പെട്ട സംഘം സഞ്ചരിച്ച ഹെലികോപ്റ്റർ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ മലമുകളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. അപകടം നടന്ന് 14 മണിക്കൂറുകൾക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് അപകട സ്ഥലത്തെത്താനായത്. പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ് കോപ്റ്റർ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ രാവിലെ രക്ഷാപ്രവർത്തകർ അപകട സ്ഥലത്തെത്തിയതോടെയാണ് ദുരന്തം സ്ഥിരീകരിച്ചത്. പ്രതികൂല കാലാവസ്ഥയിൽ മലമുകളിൽ ഇടിച്ചാണ് അപകടമെന്നാണ് പ്രാഥമിക വിവരം. പ്രസിഡന്റിന്റെ വിയോഗത്തെ തുടർന്ന് ഇറാൻ 1ാം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബൈർ താൽക്കാലിക പ്രസിഡന്റാകുമെന്നാണ് സൂചന. മോൺട്രിയലിൽ നിന്ന് ടൊറന്റോയിലേക്ക് പോയ റെയിൽ ട്രെയിൻ കാറിലിടിച്ച് യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ ദോർവാളിന് സമീപം മോൺട്രിയലിൽ നിന്ന് രാവിലെ 6:50 ടൊറന്റോയിലേക്കുള്ള യാത്രാമധ്യേ പുറപ്പെട്ട ട്രെയിൻ രാവിലെ 7:45 ഒരു ഗ്രാമപ്രദേശത്ത് വെച്ച് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ യുവതി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. 35-കാരിയായ സ്ത്രീക്ക് സാരമായ പരിക്കുകളേറ്റിട്ടുണ്ടെന്നും പ്രവിശ്യ പോലീസ് മാധ്യമങ്ങളെ അറിയിച്ചു. ലോ ബ്ലോ ബഹിഷ്കരണം. ചെറുകിട ഗ്രോസറി വ്യാപാരികൾക്ക് ബിസിനസിൽ നേരിയ ഉയർച്ച. ചെറുകിട ഗ്രോസറി വ്യാപാരികൾ സാധനങ്ങൾ എടുത്തിരുന്ന ലോ ബ്ലോ കമ്പനിയുടെയും മറ്റു പ്രധാന ബ്രാൻഡുകളുടെയും ബഹിഷ്കരണം GTA-യിലെ ചെറുകിട ഗ്രോസറി വ്യാപാരികൾക്ക് ബിസിനസിൽ കൂടുതൽ ലാഭമുണ്ടാക്കാൻ സാധിച്ചു എന്നാണ് പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ലോ ബ്ലോസ് ഈസ് ഓഫ് കൺട്രോൾ എന്ന പേരിൽ റെഡിറ്റിൽ ഒത്തുചേർന്ന ഒരു സംഘം ആരംഭിച്ച പ്രസ്ഥാനം മെയ് മാസത്തേക്ക് ലോ ബ്ലോ ഗ്രോസറി ശൃംഖലയിലോ അതിന്റെ ഏതെങ്കിലും അനുബന്ധ സ്ഥാപനത്തിൽ നിന്നുള്ള ഷോപ്പിംഗ് ഒഴിവാക്കാൻ കനേഡിയൻസിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോൾ രാജ്യത്ത് ജീവിത ചെലവ് പ്രതിസന്ധിയിലായപ്പോൾ ഗ്രോസറി സാധനങ്ങളുടെ വില കുതിച്ചുയർന്നതും കമ്പനിക്കുണ്ടായ റെക്കോർഡ് ഉയർന്ന ലാഭത്തിലും പ്രതിഷേധിച്ചാണ് ഈ നടപടിയെന്ന് വ്യാപാരികൾ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.